അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് പാലക്കാട് നടന്നതെന്ന് മന്ത്രി പി രാജീവ്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും മന്ത്രി പി രാജീവ്. CPM മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെറുകുന്ന തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജിനെ തോൽപ്പിച്ചത് വർഗീയവാദികൾ ഒത്തുചേർന്നാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷോൺ ജോർജ്. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്തുവെച്ച് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ UAEയുടെ 53ാമത് ദേശീയ ദിനം ആചരിച്ചു. ആഘോഷങ്ങൾ ഒരുക്കിയത് 40 വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്ന്. ശില്പി ഉണ്ണീക്കാനായിയുടെ പണിപ്പുരയിൽ AKGയുടെയും EMSന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പം ഒരുങ്ങുന്നു. 3.5 അടി ഉയരമുള്ള ശില്പങ്ങൾ നിർമ്മിച്ചത് 3 മാസം സമയമെടുത്ത്. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് പാലക്കാട് നടന്നതെന്ന് മന്ത്രി പി രാജീവ്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. CPM മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെറുകുന്ന തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFൽ കോൺഗ്രസ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നും മത വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് മുസ്ലിം ലീഗും UDFുമെന്നും CPM മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. 3-ൽ നിന്ന് 2-ന്റെ അടുത്തേക്ക് എത്തി. 3-2 തമ്മിലുള്ള വ്യത്യാസം വല്ലാതെ കുറഞ്ഞു. പക്ഷെ കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? ഒരു വശത്ത് RSS, മറുവശത്ത് SDPI, ഒപ്പം ജമാഅത്ത് ഇസ്ലാമി, ഏകോപിപ്പിക്കാൻ മുസ്ലിം ലീഗ്. കേരള രാഷ്ട്രീയത്തിനകത്ത് അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ പ്രയോഗം പാലക്കാട് നടന്നു. മുസ്ലിം ലീഗ്, SDPI, ജമാഅത്ത് ഇസ്ലാമി എല്ലാവരും കേന്ദ്രീകരിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചില്ലേ? ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എങ്ങോട്ട് പോകുന്നു? ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്ര നിലപാടിനൊപ്പം എങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പോകുന്നു എന്ന ചോദ്യം ഉയർത്തിയില്ലേ? അവരെയും ഇപ്പുറത്ത് RSSനെയും BJPയെയും ഒരേപോലെ കൂട്ടി പാലക്കാട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ UDF ശ്രമിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, T ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV സുമേഷ്, PV ഗോപിനാഥ്, TK ഗോവിന്ദൻ, P പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗം M വിജിൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ KV രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജിനെ തോൽപ്പിച്ചത് വർഗീയവാദികൾ ഒത്തുചേർന്നാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷോൺ ജോർജ്. വഖഫിന്റെ പേരിൽ ഒരാളെ പോലും കുടിയിറക്കാൻ BJP സമ്മതിക്കില്ല.
കേരളത്തിൽ CPM-ഉം കോൺഗ്രസും വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇരു സംഘടനകളെയും കൈപ്പിടിയിൽ ഒതുക്കിയെന്നും KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷോൺ ജോർജ് പറഞ്ഞു. ആ SDPIയുടെ പിന്തുണ മേടിച്ച് ജയിച്ച വ്യക്തിയാണ് എന്റെ പിതാവ്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്നതാണ്. അത് യുവന്മാര് വിജയോടെ രഹസ്യ കച്ചവടമൊന്നും ആയിരുന്നില്ല. പരസ്യമായി പത്രസമ്മേളനം നടത്തി SDPയുടെ പിന്തുണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് ശ്രീ PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, യുവന്മാരുമായിട്ട് കൂട്ടിക്കൂടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവർ, അതിലുപരി കൊലപാതക രാഷ്ട്രീയത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് തുടങ്ങിയതാ PC ജോർജിനെതിരെയുള്ള വർഗീയത. 2021 ഞാൻ പറഞ്ഞു വന്ന പൂർത്തീകരിച്ചു. 2016 PC ജോർജിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിന്റെ സംസ്ഥാന സമിതി, SDPയുടെ സംസ്ഥാന സമിതിയിൽ ഞാൻ നേരിട്ട് പോയിരുന്നു സംസാരിച്ചിട്ടുണ്ട്. പൊതുയോഗത്തിന് മുൻപായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനം ചെറുപുഴയിൽ നടന്നു. ഡോക്ടർ K മോഹനൻ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിനാഥ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം C നാരായണൻ, K സന്തോഷ് കുമാർ, പനിക്കൽ ബാലകൃഷ്ണൻ, KK സുകുമാരൻ, MP രവീന്ദ്രൻ, VR സുനിൽ, രവീന്ദ്രൻ ചിറ്റടി, രാജു ചുണ്ട, തമ്പാൻ തവിടിശ്ശേരി, ജയപ്രകാശ് വെള്ളോറ, യോഗേഷ് പെരുന്തടം തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്തുവെച്ച് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ UAEയുടെ 53ാമത് ദേശീയ ദിനം ആചരിച്ചു. 40 വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്നാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. UAEയിൽ 42 വർഷത്തോളം തൊഴിൽ ചെയ്ത സാമൂഹ്യ സേവകൻ പൂവളപ്പ് ഇസ്മയിൽ അഹമ്മദ് ഹാജിയുടെ വീട്ടുവളപ്പിലാണ് പ്രവാസ ജീവിതം നയിച്ചവർ സംഗമിച്ചത്. 1973 മുതൽ UAEയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ച ഇസ്മയിൽ ഹാജി 30 വർഷത്തിനു ശേഷം മെട്രോ റെയിൽ കമ്പനിയിൽ സേവനം ചെയ്തു. 2018 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകനായി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറബികളുടെ കല്യാണ വിരുന്നുകളിലെ ബിരിയാണി ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകിയാണ് സാമൂഹ്യ സേവനത്തിന് ഇദ്ദേഹം തുടക്കമിട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിലും UAE ദേശീയ ദിനത്തിലും പൂവളപ്പിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. UAEയിലെ റേഡിയോ സ്റ്റേഷനുകളിൽ കാൽനൂറ്റാണ്ട് പ്രോഗ്രാം ഡയറക്ടറായിരുന്ന പ്രമുഖ കലാകാരൻ രമേശ് പയ്യന്നൂർ UAE ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആ കൃഷ്ണേട്ടനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളിലുണ്ട്. നമുക്കൊക്കെ എത്രയോ കാലം മുമ്പ്, ഞാൻ 26 വർഷം മാത്രമാണ് UAEയിൽ ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ എത്രയോ കാലം മുമ്പ് ഇതുപോലെ ഈ ലോഞ്ചിലൊക്കെ പോയിട്ട് അവിടെ തീരമണഞ്ഞവരും തീരമണയാത്തവരും കടലിൽ പെട്ടുപോയി ജീവൻ പൊലിഞ്ഞ ആൾക്കാർ എത്രയോ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് ആ നമ്മൾ അന്ന് UAE അല്ലെങ്കിലും ആ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോകുന്നത്. ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളൊക്കെ അന്ന് പേർഷ്യ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ പേർഷ്യയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടും, ജീവിക്കാൻ എന്തെങ്കിലും വക കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ആൾക്കാർ അങ്ങനെ പോയിരുന്നത്. MSc കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുഷ്താഖ് മാലിദ്വീപ്, ME ഇസ്മയിൽ ഹാജി, P ജമാൽ ഹാജി, KM കുഞ്ഞി, സത്താർ വടക്കുംപാട്, ഖലീലുർ റഹ്മാൻ അൽ ഗാഷിഫി, AK ഹാഷിം, B വിനോദ് കുമാർ, KV അംബു, NKP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. അങ്കണവാടിയിലെ കുരുന്നുകൾക്കും കൈക്കോട്ടുകടവ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും വിവിധ നാടുകളിൽ നിന്നെത്തിയ പ്രവാസികൾക്കും മധുരപലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും പൂവളപ്പിൽ ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. AKGയുടെയും EMSന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പം ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു. 3.5 അടി ഉയരമുള്ള ശില്പങ്ങൾ 3 മാസം സമയമെടുത്താണ് നിർമ്മിച്ചത്. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMSന്റെയും മുൻ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പം ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു. 3.5 അടി ഉയരമുള്ള ശില്പങ്ങൾ 3 മാസം സമയമെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച വഞ്ചൂർ ജംഗ്ഷനിൽ അനാച്ഛാദനം ചെയ്യുന്ന AKGയുടെയും EMSന്റെയും ശില്പത്തിന് വെങ്കല നിറവും കുട്ടവിളയിലേക്ക് നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ശില്പത്തിന് ഒറിജിനൽ നിറവുമാണ് നൽകിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണന്റെ കളിമണ്ണിൽ തീർത്ത ശില്പത്തിന്റെ ആദ്യ രൂപം വിലയിരുത്താൻ കാനായിൽ എത്തിയിരുന്നു. തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വേണ്ടിയാണ് ഈ 3 ശില്പങ്ങളും ഒരുങ്ങുന്നത്. EMSന്റെയും AKGയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഫൈബർ ഗ്ലാസ് ശില്പങ്ങളാണ് ഒരുങ്ങുന്നത്.
ഈ 3 ശില്പങ്ങളും 3.5 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുകളിലെടുത്ത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതോടുകൂടി തിരുവനന്തപുരം പട്ടണത്തിലെ എൻ്റെ 9ാമത്തെ ശില്പം പൂർത്തിയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പന്തുരുളുന്ന ഇടങ്ങളിൽ ഓടിക്കൂടുന്ന നാടെന്ന ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ രാത്രികാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഖാൻ സാഹിബ് കപ്പ് SFA അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് ആവേശത്തിന് തുടക്കമായത്. അമ്പയറിംഗിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുതകുന്ന വീഡിയോ അസിസ്റ്റന്റ് റഫറി സിസ്റ്റം ആദ്യമായി ടൂർണമെന്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി നടക്കുന്ന ഫുട്ബോൾ മേളയിലെ ജേതാക്കൾക്ക് 1,82,222 രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 1,51,111 രൂപയുമാണ് പ്രൈസ് മണിയായി നൽകുന്നത്. ഗാലറിയിൽ 6,000-ഓളം പേർക്ക് കളി കാണുന്നതിനുള്ള സൗകര്യമാണ് ഉള്ളത്. ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CK സയ്യിദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കൺവീനർ മുസഫർ മുസ്തഫ, SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, ട്രഷറർ KT ഹംസ, AG അക്ബർ, TS നജീബ്, VPP ഷുഹൈബ്, E ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദ്യ മത്സരത്തിൽ സിൽവർ സ്റ്റാർ മൈതാനി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഗ്രീൻ സ്റ്റാർ കാടങ്കോടിനെ തോൽപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി ബീരിച്ചേരി AFC ടീം കൂത്തുപറമ്പ് ഹണ്ടേഴ്സ് ടീമിനെ നേരിടും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. EP തമ്പാൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ EP തമ്പാൻ മാസ്റ്റർ അനുസ്മരണവും കരോക്കെ ഗാനാലാപന മത്സരവും സംഘടിപ്പിച്ചു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന EP തമ്പാൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. EP തമ്പാൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. M രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ്, EP ശശി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല കരോക്കെ ഗാനാലാപന മത്സരവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ രഥോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്തിനിർഭരമായ കലവറനിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഈ വർഷത്തെ രഥോത്സവത്തിന് തുടക്കമായത്. അടുത്തില തെരു ശ്രീ ഭഗവതി ക്ഷേത്രം, വയലപ്രാണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം, ശ്രീ മുണ്ടയാട്ടമ്പലം, അടുത്തില ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കുണ്ടം മുത്തപ്പൻ മടപ്പുര എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിച്ച കലവറനിറക്കൽ യാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സദസ്സുള്ളവർ ക്ഷമിച്ചിരുന്നു, 3 മണിക്കൂർ കേട്ടിരുന്നു. ഇപ്പം നിർത്തും വിചാരിച്ചു. പക്ഷേ 4ാമത്തെ മണിക്കൂറിലേക്ക് പ്രസംഗം തുടർന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം പറഞ്ഞു ഇതിന് ഭേദം യുദ്ധമായിരുന്നു, ഇതുകൊണ്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് പ്രസംഗത്തിന് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ് ഹരീഷ് മോഹൻ വിശിഷ്ടാതിഥിയായി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി പുരസ്കാരം നേടിയ രാമപുരം രാജു, രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മുതിർന്ന കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബൈജു KV, അംബുജാക്ഷൻ P, ബൈജു P, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം 2024 ഡിസംബർ 11 മുതൽ 14 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പിലാത്തറയിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 15 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം 2024 ഡിസംബർ 11 മുതൽ 14 വരെ നടക്കും. ജനകീയ കൂട്ടായ്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഉത്സവമാണ് പെരുങ്കളിയാട്ടം. ഡിസംബർ 6 രാവിലെ 9:30 വരച്ചുവെക്കൽ ചടങ്ങ് നടക്കും. ഉച്ചക്ക് അന്നദാനം, വൈകുന്നേരം 6:30 സൊവനീർ പ്രകാശനം ഉദ്ഘാടനം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും.
പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഏറ്റുവാങ്ങും. 7:30 പെരുങ്കളിയാട്ട വനിതാ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര, നാടൻ പാട്ട്. 7 കൈകൊട്ടിക്കളി, തിരുവാതിര, നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. 8 വൈകിട്ട് 4 മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര. തുടർന്ന് സഹസ്രദീപ സമർപ്പണവും ഡ്രമാറ്റിക് വിൽക്കലാമേളയും നടക്കും. 9 മെഗാ ഫ്യൂഷൻ, കരോക്കെ ഗാനമേള, നൃത്തനിശ എന്നിവ നടക്കും. 10 അക്ഷരശ്ലോകം, ദഫ്മുട്ട്, കലാസന്ധ്യ എന്നിവ അരങ്ങേറും. 11 പെരുങ്കളിയാട്ടം 1-ാം ദിവസം വിവിധ പൂജകളും. 1 മണിക്ക് തിടങ്ങൽ, വിവിധ തെയ്യങ്ങളുടെ തോറ്റം. വൈകിട്ട് 6:30 സാംസ്കാരിക സമ്മേളനം ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഗോകുലം ഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് നാടകം അരങ്ങേറും. 12 പുലർച്ചെ മുതൽ പുലിയൂര് കണ്ണൻ, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂര് കാളി, വിഷ്ണുമൂർത്തി, കുണ്ടോറ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. വൈകിട്ട് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം നടക്കും. 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M. വിജിൻ MLA അധ്യക്ഷത വഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MR മുരളി, മുരുകൻ കാട്ടാക്കട എന്നിവർ വിശിഷ്ടാതിഥികളാകും. തുടർന്ന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. 13 പുലർച്ചെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. വൈകിട്ട് 6:30 സാംസ്കാരിക സമ്മേളനത്തിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ AN ഷംസീർ, സംവിധായകൻ ജയരാജ്, പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. 14 വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മേലേരി കയ്യേക്കൽ. 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ. രാത്രി 11:30 മുച്ചിലോട്ട് ഭഗവതിയുടെ ആറാടിക്കൽ നടക്കും. പിലാത്രയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ K. നാരായണൻകുട്ടി, ജനറൽ കൺവീനർ V. വിജയൻ, MC പ്രകാശൻ, MV രമേശൻ, TV ചന്ദ്രൻ, KP അരവിന്ദാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടത്തി. തളിപ്പറപ്പ് അരങ്ങാനം വിജയൻ ജ്യോത്സ്യരുടെ നേതൃത്വത്തിൽ ജന്മകണിശൻ ബാബു ജ്യോത്സ്യരുടെ സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത്. രാമവില്യം കഴകത്തിൽ നടന്ന പ്രശ്നചിന്തയിൽ 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ച പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടത്താൻ തീരുമാനമായി. ചടങ്ങിൽ രാമവില്യം കഴകം, 5 കീഴ്ഘടക ക്ഷേത്രങ്ങൾ, കുഞ്ഞുമംഗലം വടക്കൻകൂവൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്ഥാനികരും കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും കീഴ്ഘടക ക്ഷേത്ര ഭാരവാഹികളും അവകാശി തറവാട് പ്രതിനിധികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിൽ നിർത്തിയിട്ട കാറിന് നേരെ പോത്തിന്റെ പരാക്രമം. സൈഡ് മിറർ കുത്തിപ്പൊട്ടിച്ച് നാൽക്കാലി നമ്പർ പ്ലേറ്റും പെയിന്റും ഉൾപ്പെടെ കുത്തി കാറിന് നാശം വരുത്തി. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. പ്രവാസിയായ പൂവളപ്പിലെ NB നിസാറിന്റെ ടൊയോട്ട എറ്റ്യൂസ് കാറാണ് പോത്ത് ആക്രമിച്ചത്. തൊട്ടടുത്തു നടന്ന പ്രവാസി സംഗമത്തിനെത്തിയതായിരുന്നു നിസാർ. നിരവധി കാറുകൾ പാർക്ക് ചെയ്ത സ്ഥലത്തോട് ചേർത്തു നിർത്തിയ നിസാറിന്റെ കാറിന്റെ മുന്നിലും ഇരുഭാഗങ്ങളിലും പോത്ത് കൊമ്പുകൊണ്ട് കുത്തി നാശമുണ്ടാക്കുകയായിരുന്നു. വലതുവശത്തെ മിററും നമ്പർ പ്ലേറ്റും കുത്തിപ്പൊളിച്ച പോത്ത് പെയിന്റ് ഇളകുന്ന തരത്തിൽ ഉരച്ച് നാശം വരുത്തി. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ പോത്തിനെ മാറ്റിക്കെട്ടിയതോടെയാണ് കാർ എടുക്കാനായത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സത്കലാപീഠം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സത്കലാരത്ന പുരസ്കാരം പ്രശസ്ത ഗായിക P. സുശീലയ്ക്ക് 1 ലക്ഷം രൂപയും കീർത്തിഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ തീയതി തീരുമാനിച്ചിട്ടില്ല. ഡിസംബർ 6 മുതൽ 8 വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് സത്കലാപീഠം വാർഷികാഘോഷ പരിപാടികൾ നടക്കും. ഡിസംബർ 6 വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, നാരായണൻ കാവുമ്പായി, മുഹമ്മദ് അനീസ് തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് പണ്ഡിറ്റ് രഘുനന്ദൻ പൻഷികർ ഹിന്ദുസ്ഥാനി സംഗീതം അവതരിപ്പിക്കും. ഡിസംബർ 7 വൈകിട്ട് RLV രാമകൃഷ്ണന്റെ നൃത്തപരിപാടിയും ഡിസംബർ 8 വൈകിട്ട് ബാലിവധം കൂടിയാട്ടവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, TM ജയകൃഷ്ണൻ, ഡോക്ടർ MK സുരേഷ് ബാബു, MR പയ്യട്ടം, KM വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. റിട്ടയർഡ് DGP ഡോക്ടർ B. സന്ധ്യ IPS പ്രകാശനം നിർവഹിച്ചു.
2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ നടക്കുന്ന കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. റിട്ടയർഡ് DGP ഡോക്ടർ ബി സന്ധ്യ IPS പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ TP, സെക്രട്ടറി ശശികുമാർ AV, പോത്തേര ഗോപിനാഥൻ, കല്ലത്ത് തമ്പാൻ, VP കൃഷ്ണ പൊതുവാൾ, അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ, രാജഗോപാലൻ അടിയോടി, രാജൻ പുത്തലത്ത്, KV ചന്ദ്രശേഖരൻ, പ്രതീഷ് PT, ബിജേഷ് AK, ലതാ രാജഗോപാലൻ, ജയശ്രീ, രജനി, ജയ ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ LIC ജംഗ്ഷന് സമീപം ഫുട്പാത്തിൽ വീണ്ടും കോൺക്രീറ്റ് സ്ലാബ് തകർന്നു. താലൂക്ക് ആശുപത്രിയിലേക്കുൾപ്പെടെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഫുട്പാത്തിൽ തകർന്ന സ്ലാബ് അപകടക്കെണിയാണ് ഉണ്ടാക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്കും സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർ എല്ലാ ദിവസവും ആശ്രയിക്കുന്ന നടപ്പാതയിലാണ് തകർന്ന സ്ലാബ് അപകടക്കെണിയായിരിക്കുന്നത്. കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയൊന്നു മാറിയാൽ സ്ലാബിനിടയിൽപ്പെട്ട് കാലൊടിയുമെന്നത് ഉറപ്പ്. ബൈപ്പാസ് റോഡിൽ LIC ജംഗ്ഷന് സമീപം മുൻപും സമാനമായി സ്ലാബുകൾ തകർന്നിരുന്നു. അടിയന്തരമായി സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുടെ 1ാം ഘട്ട വിളവെടുപ്പ് നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സരിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025 ജനുവരി 25, 26, 27, 28 തീയതികളിൽ നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കൃഷി ചെയ്ത പച്ചക്കറിയിൽ വെള്ളരി, വെണ്ട, പയർ എന്നിവയുടെ 1ാം ഘട്ട വിളവെടുപ്പ് നടത്തി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സരിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം മുന്നേ ഇവിടെ നടീൽ ഉത്സവമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു വിളവെടുപ്പ് ഇന്ന് ഇവിടെ നല്ല ഒരു ആഘോഷമായിട്ട് ഇന്ന് നടത്താൻ പറ്റി. അതിന് ഏറെ അഭിനന്ദനം മാതൃസമിതി അംഗങ്ങൾക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിലുള്ള പരിപാലനമാണ് ഈ പച്ചക്കറി വിളവെടുപ്പിന് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ ദിവസവും വെള്ളം നല്ലോണം ഒഴിച്ച് അതുപോലെ പരിപാലിച്ചത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെ പെരുങ്കളിയാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പച്ചക്കറി നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെരുങ്കളിയാട്ടത്തിന് ഇനി 1.5 മാസത്തോളം ഉണ്ടത്രേ. അതിന് മുന്നേ നമുക്ക് വിളവെടുക്കാൻ പറ്റി. ഇനി അങ്ങോട്ടേക്കും നമുക്ക് എന്തെങ്കിലും ഇവിടെ നട്ടിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രവീന്ദ്രൻ അന്തിത്തിരിയൻ, കൃഷി ഓഫീസർ കൃഷ്ണപ്രസാദ്, കൃഷി അസിസ്റ്റന്റ് തമ്പാൻ, ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. കളിയാട്ട കമ്മിറ്റി ട്രഷറർ VP മോഹനൻ അധ്യക്ഷത വഹിച്ചു. പെരുങ്കളിയാട്ടം ജനറൽ കൺവീനർ M ശ്രീധരൻ മാസ്റ്റർ സ്വാഗതവും DV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി അംഗങ്ങൾ, ബാല്യക്കാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാനായി ദേശോദ്ധാരണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന 3ാമത് നാടകോത്സവം ഡിസംബർ 4 മുതൽ 8 വരെ കാനായി നോർത്ത് UP സ്കൂൾ അങ്കണത്തിൽ നടക്കും. ഡിസംബർ 4 വൈകിട്ട് 6:30 പ്രശസ്ത സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4 വൈകിട്ട് 6:30 ചേറ്റൂർ നാരായണൻ നമ്പൂതിരിയുടെയും ദാമോദരൻ നമ്പൂതിരിയുടെയും പേരിലുള്ള ഓഡിറ്റോറിയത്തിൽ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം നാടകം അരങ്ങേറും. 2ാം ദിവസമായ ഡിസംബർ 5 വൈകിട്ട് 6:30 EP നാരായണൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ മെലഡി ഗാനമേള നടക്കും. തുടർന്ന് തിരുവനന്തപുരം ശ്രീനന്ദന അവതരിപ്പിക്കുന്ന യാനം നാടകം അരങ്ങിലെത്തും. 3ാം ദിവസം ഡിസംബർ 6 വൈകുന്നേരം 6:30 ഡോക്ടർ NB രാജൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ സപ്ലിമെന്റ് പ്രകാശനം നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. വായനശാല മുൻ പ്രസിഡന്റ് ET പത്മനാഭൻ ഏറ്റുവാങ്ങും. തുടർന്ന് കോഴിക്കോട് രംഗകലയുടെ മിഠായി തെരുവ് നാടകം അരങ്ങേറും. 4ാം ദിവസമായ ഡിസംബർ 7 ശനിയാഴ്ച രാത്രി 7:30 PK കണ്ണൻ നായർ ആൻഡ് കൈതപ്രം ദേവി സ്മാരക ഓഡിറ്റോറിയത്തിൽ മലബാർ നാടകവേദിയുടെ ഓട്ടക്കാലണ നാടകം അരങ്ങിലെത്തും. 5ാം ദിവസമായ ഡിസംബർ 8 ഞായറാഴ്ച വൈകുന്നേരം 6:30 സമാപന സമ്മേളനം നടക്കും. TI മധുസൂദനൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അലോഷി പാടുന്നു സംഗീത പരിപാടിയും നടക്കും. നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. T ഗംഗാധരൻ, CR പ്രജീഷ്, C മധുമാസ്റ്റർ, VV ഗിരീഷ് കുമാർ, M ചന്ദ്രൻ,
അജയൻ ഇ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും വായനായനം പരിപാടിയും സംഘടിപ്പിച്ചു. ശശി മോഹൻ കരിവള്ളൂർ പുസ്തകാവതരണം നടത്തി. എന്നാൽ ഈ പാഠ്യപദ്ധതിക്ക് അപ്പുറം ഒരു ലോകമുണ്ടെന്നും വിശാലമായൊരു അറിവിൻ്റെ ചക്രവാളം നമ്മൾ ഗ്രന്ഥശാലകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നും നമ്മുടെ വൈജ്ഞാനിക സാഹിത്യവും അതോടൊപ്പം സർഗാത്മക സാഹിത്യവും നൽകുന്ന അറിവ് നാം സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും തരുന്ന അറിവിനെ പോലും മറികടക്കത്തക്കതാണ്. അതുകൊണ്ട് നിരന്തരമായി ചോദ്യം ചെയ്യുക, ഏത് വ്യവസ്ഥയെയും ഏത് ജീവിതത്തെയും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെയും ഒക്കെ തന്നെ നിരന്തരമായി ചോദ്യം ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് വായനയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. വിജ്ഞാനത്തെ അറിവിൻ്റെ 3 തലങ്ങളുണ്ട്. അതൊന്ന് വിവരങ്ങൾ ശേഖരിക്കലാണ്, ഇൻഫർമേഷൻ. മറ്റൊന്ന് വിശകലനമാണ്, അനാലിസിസ്. മൂന്നൊന്ന് വിമർശനമാണ്. ഈ മൂന്നാമത്തെ തലത്തിലേക്ക് വായന, അറിവ് വികസിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വായന സാർത്ഥകമാകുന്നത്. കുണിയൻ കൈരളി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും വായനായനം പരിപാടിയും സംഘടിപ്പിച്ചു. വീട്ടുമുറ്റത്തെ വായനായാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശശിമോഹനൻ കരിവള്ളൂർ പുസ്തകാവതരണം നടത്തി. വി കെ അനിൽകുമാറിന്റെ ദൈവക്കരു എന്ന പുസ്തകമാണ് പരിചയപ്പെടുത്തിയത്. എഴുത്തുകാരൻ വായനക്കാരിലേക്ക് എന്ന വിഭാഗത്തിന്റെ ഭാഗമായി വി കെ അനിൽകുമാർ വായനക്കാരുമായി സംവദിച്ചു. മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തകനുള്ള JD നായർ പുരസ്കാരം നേടിയ വൈക്കത്ത് നാരായണൻ മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. കീനേരി അശോകന്റെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. തായ്നേരിയിലെ ഷമിൽ ചികിത്സാ സഹായ നിധിയിലേക്ക് ഗ്രന്ഥാലയം വനിതാവേദി പ്രവർത്തകർ സമാഹരിച്ച തുക കമ്മിറ്റി അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. പി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK വിജേഷ്, ഗിരീഷ്, TV ലതീഷ് കുമാർ, ശശി, P ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. 17-ാം തീയതി ആറാട്ടിനും വലിയ കാണിക്കയ്ക്കും ആറാട്ട് സദ്യയോടുകൂടി 18 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. ഡിസംബർ 17 വരെ നടക്കുന്ന പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലെത്ത പത്മനാഭൻ നമ്പൂതിരി, സഹതന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലെത്ത ശങ്കരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി നേതൃത്വം നൽകും. 5-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:47 മുതൽ 1:12 വരെയുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠാ കർമ്മം നടക്കും. 10-ന് രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് രാത്രി 9 മണിക്ക് കൊടിയേറും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധ ഏരിയകളിൽ നിന്നുള്ള കാഴ്ചവരവും തിടമ്പ് നൃത്തവും വിവിധ കലാപരിപാടികളും നടക്കും. പ്രധാന ഉത്സവ ദിവസമായ ഡിസംബർ 16-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണം, പറയെടുപ്പ്, എഴുന്നള്ളത്ത് എന്നിവയുണ്ടാകും. 17-ാം തീയതി ആറാട്ടിനും വലിയ കാണിക്കയ്ക്കും ആറാട്ട് സദ്യയോടും കൂടി 18 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വിൽപ്പനമേള നടന്നു. 70% വരെ വിലക്കിഴിവിലാണ് വിൽപ്പനമേള നടന്നത്. പയ്യന്നൂർ കേളോത്ത് ഖാദി കേന്ദ്രം പരിസരത്ത് നടന്ന ഖാദി റിഡക്ഷൻ മേള നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ ഷബീന MC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ജൂനിയർ സൂപ്രണ്ട് മുഹമ്മദ് ബഷീർ സ്വാഗതം ആശംസിച്ചു. ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സീനിയർ സൂപ്രണ്ട് പ്രവീൺ, റിഡക്ഷൻ ഗോഡൌൺ മാനേജർ സനൂപ് നമ്പ്രോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 2 മുതൽ 15 വരെ നടക്കുന്ന ഖാദി റിഡക്ഷൻ മേളയിൽ 70% വരെ വിലക്കിഴിവിലാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് പാലക്കാട് നടന്നതെന്ന് മന്ത്രി P രാജീവ്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും മന്ത്രി P രാജീവ്. CPM മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെറുകുന്ന തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജിനെ തോൽപ്പിച്ചത് വർഗീയവാദികൾ ഒത്തുചേർന്നാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്.
യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷോൺ ജോർജ്. പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ UAEയുടെയും പതാകകൾ ചേർത്തുവെച്ച് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ UAEയുടെ 53ാമത് ദേശീയ ദിനം ആചരിച്ചു. ആഘോഷങ്ങൾ ഒരുക്കിയത് 40 വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്ന്. ശില്പി ഉണ്ണീക്കാനായിയുടെ പണിപ്പുരയിൽ AKGയുടെയും EMSന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പം ഒരുങ്ങുന്നു. 3.5 അടി ഉയരമുള്ള ശില്പങ്ങൾ നിർമ്മിച്ചത് 3 മാസം സമയമെടുത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.